ഇപ്പോൾ വെങ്കടേഷ് രാമകൃഷ്ണൻ ഫ്രണ്ട് ലൈൻ അസോസിയേറ്റ് എഡിറ്റർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, കോൺഗ്രസ് വാദിക്കുന്നത് അഴിമതി ആരോപണം സംബന്ധിച്ച പ്രചാരവേലകളൊന്നും ഫലം കാണുന്നില്ല, അതൊന്നും ജനം വിശ്വസിക്കുന്നില്ല. അതിന്റെ തെളിവാണ് കർണാടകത്തിൽ ബിജെപിക്കെതിരെ കോൺഗ്രസ് നേടിയ വിജയം എന്നാണ്. അത് യാഥാർത്ഥ്യം തന്നെയോ? ഈ വിജയം അല്ലെങ്കിൽ കർണാടകത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് ചൂണ്ടുപലകയാകുമോ? അല്ല, ഇതേ വാദഗതി തിരിച്ചിട്ടാൽ നമ്മൾ ഗുജറാത്തിൽ നരേന്ദ്രമോദി പറയുന്നതും സ്വീകരിക്കേണ്ടി വരും. 2002 അവിടെ മുസ്ലിം വിരുദ്ധ നരഹത്യ നടന്നത് ജനങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. ഗുജറാത്തിലെ ജനങ്ങൾ അത് വളരെ നല്ല കാര്യമായിട്ടാണ് കാണുന്നത് എന്ന് പറയുന്ന ഒരു വാദഗതിയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ ശ്രീ വാഴക്കൻ പറയുന്നത് അത്രമാത്രം അത് അങ്ങനെയല്ല എന്ന് ലോകത്തെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഗുജറാത്തിൽ നടന്നിട്ടുള്ള മുസ്ലിം വിരുദ്ധ നരഹത്യ എത്രമാത്രം ഭീഭത്സമായിരുന്നു, എത്രമാത്രം ഇന്ത്യക്ക് അപമാനകരമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ വാദഗതി ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയത്തിലെ വ്യത്യസ്തമായിട്ടുള്ള പാർട്ടികൾക്കുള്ള ധാർമ്മികവും രാഷ്ട്രീയവും സാമൂഹികവുമായ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ജനവിധിയുടെ മുകളിൽ, അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുണ്ടായതായാലും എന്തൊക്കെ രീതിയിൽ നേടിയെടുത്തതായാലും അതിന്റെ പേരിൽ ഇത്തരത്തിലുള്ള എല്ലാത്തരം പ്രശ്നങ്ങളെയും ധാർമ്മികവും ഭരണപരവും ഭരണഘടനാപരവുമായിട്ടുള്ള ചുതികളെയെല്ലാം വീഴ്ചകളെയെല്ലാം നമ്മൾ ഇങ്ങനെ ന്യായീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു പുരോഗമനാത്മകമായ അല്ലെങ്കിൽ സതുദ്ദേശ്യപരമായ ഒരു രാഷ്ട്രീയ ജനാധിപത്യ ചർച്ചയിലേക്കല്ല നയിക്കുക. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരം വിശദീകരണങ്ങൾ കൊണ്ട് നമ്മുടെ രാഷ്ട്രീയ സമസ്യകൾ സമീപിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ എത്താനോ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, താങ്കളിലേക്ക് തിരുവൻ. ശ്രീ ഒ അബ്ദുറഹ്മാൻ, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖാമുഖം ഏറ്റുമുട്ടാൻ പോകുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും. ഇരുവരും നേതൃസ്ഥാനത്തേക്ക് ഔദ്യോഗികമായി എത്തിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് കർണാടകയിൽ നടന്നത്. ഏതെങ്കിലും തരത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഇതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമോ? രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് കർണാടകയിൽ വിജയമൊരുക്കിയതെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. മോഡി വന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല ബിജെപിക്ക് കർണാടകത്തിലുണ്ടായതെന്ന് ബിജെപി നേതൃത്വവും പറയുന്നു. എങ്ങനെ വിലയിരുത്താം? അങ്ങനെ വിലയിരുത്താൻ പോയാൽ ഏറ്റവും ആദ്യം വിലയിരുത്തേണ്ടത് യു.പിയിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ്. അത് തീർത്തും കോൺഗ്രസിനെതിരായിരുന്നു. അതേ അവസരത്തിൽ അവിടെ ക്യാമ്പയിന് നേതൃത്വം നൽകിയത് രാഹുൽ ഗാന്ധിയായിരുന്നു. അന്നത് രാഹുൽ ഗാന്ധിയുടെ പരാജയമാണെന്ന് സമ്മതിക്കാൻ കോൺഗ്രസ് കൂട്ടാക്കിയില്ലെങ്കിൽ ഇപ്പോൾ കർണാടകത്തിലുണ്ടായ വിജയവും അദ്ദേഹത്തിൻ്റെ കണക്കിൽ വരവെക്കുന്നത് ന്യായമല്ല. വളരെ വ്യക്തമാണ് കാര്യം. അതായത് കർണാടകയിൽ സംഭവിച്ചത് പ്രാദേശികമായ ഒരു വിധിയെഴുത്താണ്. അവിടെ ഭരിച്ചതായ ബി.ജെ.പി. ഗവൺമെൻറ് ജനങ്ങളുടെ വെറുപ്പും വിദ്വേഷവും അത് അങ്ങേറ്റത്തെ പ്രതികാരവും വില കൊടുത്തു വാങ്ങുകയാണ്. അതിൻ്റെ ഫലമാണ് ദേശീയ തലത്തിൽ നടക്കുന്ന ഒന്നും തന്നെ കർണാടകത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സ്വാധീനം ചെലുത്തിയിട്ടില്ല. നടക്കാൻ പോകുന്നത് 2014 പൊതു തെരഞ്ഞെടുപ്പാണ്. അതായത് ദേശീയ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ്. അതിൽ ഇത് വലിയ സൂചനകളൊന്നും നൽകുന്നില്ല. പക്ഷേ കോൺഗ്രസ്സിന് പറഞ്ഞു നിൽക്കാം ഈ കോൺഗ്രസിലെ കർണാടകയിലെ വിജയം എന്നതല്ലാതെ ദേശീയ തലത്തിൽ ജനങ്ങൾ വിധി എഴുതുമ്പോൾ കർണാടകയിലെ ഈ റിസൾട്ടായിരിക്കും അതിൽ മുഖ്യമായ ഒരു സ്വാധീനം ചെലുത്തുന്ന ഘടകമെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. മാത്യു ടി തോമസിലേക്ക്. ശ്രീ മാത്യു ടി തോമസ്, താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു ബി.ജെ.പിയുടെ അഴിമതി ഭരണത്തിൽ നിന്ന് കോൺഗ്രസിന്റെ അഴിമതിയിൽ കേന്ദ്ര സർക്കാർ നിരവധി അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന കോൺഗ്രസിന്റെ കയ്യിലേക്ക് ഭരണം പോകുന്ന അവസ്ഥയാണ് കർണാടകത്തിൽ എന്ന്. എന്തുകൊണ്ടാണ് ജനതാദൾ എസിന് മുൻപ് കർണാടകത്തിൽ മികച്ച സ്വാധീനമുണ്ടായിരുന്ന ജനതാദൾ എസിന് ഇത് ജനങ്ങൾക്കിടയിൽ തുറന്നു കാട്ടാനും ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വാധീനമുറപ്പിച്ച് ഭരണത്തിലേക്ക് എത്താനും സാധിക്കാതെ പോകുന്നത്? ജനതാദൾ എസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെ അതിനൊരു കാരണമല്ലേ? ഒരു കുടുംബത്തിന്റെ പാർട്ടിയായി ജനതാദൾ എസിനെ മാറ്റിയത് ഇതിന് ഒരു കാരണമായി മാറിയിട്ടില്ലേ? ജനതാദൾ എസിന്റെ വോട്ടിംഗ് ശതമാനവും കിട്ടിയ വോട്ടുകളുടെ ശതമാനവും സീറ്റുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യത്തിൽ നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ ആർജിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, ഒരു ഘട്ടത്തിൽ ജനതാദൾ സംസ്ഥാനത്ത് സ്വീകരിച്ച രാഷ്ട്രീയ നിലപാട് തെറ്റിപ്പോയി എന്നുള്ളത് കൊണ്ട്
ചില തിരിച്ചടികൾ അവിടെ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞാൻ ശ്രീ ഒ അബ്ദുറഹ്മാന്റെ നിലപാടിനെ സ്വീകരിച്ചുകൊണ്ട് പറയുക, ആ സംസ്ഥാനത്തെ പ്രത്യേക പശ്ചാത്തലങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ആ സംസ്ഥാനത്തെ ഭരണത്തിന് നേതൃത്വം കൊടുത്ത BJPയെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ജനങ്ങൾ വോട്ട് ചെയ്തപ്പോൾ ദേശീയ തലത്തിൽ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അധികാരത്തിൽ വന്നു എന്നത് ഒരു വിരോധാഭാസമാണ്. പക്ഷേ 2014 നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അഴിമതിയെ സംബന്ധിച്ചാണ്. ബഹുമാന്യായ ശ്രീ വാഴക്കൻ പറഞ്ഞ പോലെ രാജ അഴിമതിക്കാരനാണ് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിക്കും ഇതിന്റെ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞൊന്നും കൈയെഴുതാൻ കഴിയില്ല. ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിലെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന അഴിമതി, 2G സ്പെക്ട്രം ആണെങ്കിലും ഏറ്റവും അവസാനത്തെ കൽക്കരി വരെയുള്ള നടപടികളാണെങ്കിലും ഇത് രാജ്യത്തിന്റെ പൊതുമുതൽ കൊള്ളയടിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം നടന്നിരിക്കുന്ന ശ്രമങ്ങൾ. മറ്റ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഞാൻ കടക്കുന്നില്ല. ആഗോളീകരണ നവ ഉദാരവൽക്കരണ നയങ്ങൾ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പിലേക്കെന്ന് ഞാൻ പറയാൻ കഴിയുന്നില്ല. പക്ഷെ ദേശീയ തലത്തിൽ ഗവൺമെന്റ് നടപ്പിലാക്കിയ കേന്ദ്ര ഗവൺമെന്റ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു എന്നതിന് 2014 തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ട് കർണാടകത്തിൽ കോൺഗ്രസ് തിരിച്ചു വന്ന അതേ പാതയിൽ 2014 തെരഞ്ഞെടുപ്പ് പോകുന്നു എന്നാരും ധരിക്കേണ്ട. ശ്രീ അബ്ദുറഹ്മാൻ, സംസ്ഥാനത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാകാം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവുക. പക്ഷേ മറ്റൊന്നുണ്ട്, കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാനം ഭരിച്ച BJP അവിടെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചിരുന്നു എന്ന ആരോപണം ശക്തമാണ്. ശ്രീരാമസേനയെ പോലുള്ള സംഘടനകൾ മംഗലാപുരം, ദക്ഷിണ കന്നഡ മേഖലകളിൽ നടത്തിയ വർഗീയ സംഘർഷമുണ്ടാക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഏറെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയതുമാണ്. അതിനെതിരായ ഒരു ജനവിധിയായി കൂടി ഇതിനെ കാണാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് മംഗലാപുരത്ത് BJPക്ക് മുൻകാലത്തുണ്ടായിരുന്ന സ്വാധീനം ഏറെ കുറഞ്ഞിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിൽ കിട്ടിയ അതിൻ്റെ അടിയൊഴുക്കുകളെ സംബന്ധിച്ച റിപ്പോർട്ട് അനുസരിച്ച് മുസ്ലിം ന്യൂനപക്ഷം പൊതുവെ കോൺഗ്രസിനോടൊപ്പമാണ് നിന്നത്. അതിൻ്റെ ഫലം തീർച്ചയായും കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകളുടെ ഒരു കൂട്ടായ്മയുണ്ട് ബംഗളൂരിൽ. അവർ ആഹ്വാനം ചെയ്തു. പല മുസ്ലിം പാർട്ടികളും മത്സരിച്ചിരുന്നു. മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്നു, വെൽഫെയർ പാർട്ടി അടുത്ത കാലത്തുണ്ടായ ആ പാർട്ടി മത്സരിച്ചിരുന്നു, SDPI മത്സരിച്ചു. എന്നാൽ മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നല്ല, നേരെ മറിച്ച് BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്നാണ് മുസ്ലിം സംഘടനകളുടെ പൊതുവേദി ആഹ്വാനം ചെയ്തത്. ഇതിൻ്റെ ഫലവും ഉണ്ടായി. അതിനൊക്കെ കാരണം BJPയുടെ കടുത്ത ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങളായിരുന്നു. പ്രത്യേകിച്ച് അബ്ദുൽ നാസർ മഅ്ദനിയെ പോലെയുള്ള ആളുകളെ മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന വിധത്തിൽ അനിശ്ചിതമായി ജയിലിൽ താമസിപ്പിച്ചതിൻ്റെ നേരെ മുസ്ലിം ജനസാമാന്യത്തിലുണ്ടായ ഒരു വികാരം തീർച്ചയായും ഈ ഇലക്ഷനിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നതാണ് ന്യായം. ശ്രീ ജോർജ് കുര്യൻ, എന്താണ് താങ്കളുടെ പ്രതികരണം? വളരെ വിചിത്രമായിരിക്കുന്നു. അബ്ദുൽ നാസർ മദനിയെ ബാംഗ്ലൂരിൽ സ്ഫോടനമുണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കർണാടകയിൽ മരിച്ച ആൾക്കാരുടെ അല്ലെങ്കിൽ ആ ബന്ധമുള്ള കർണാടകക്കാർ BJPയെ തോൽപ്പിച്ചു എന്ന് പറയുന്നത് വളരെ വിചിത്രമായിരിക്കുന്നു. കർണാടകയിൽ ഈ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം എവിടെയാണ് ഉണ്ടായത് എന്നെനിക്കറിയില്ല. BJPക്കെതിരെ മുസ്ലിം സമുദായത്തിന് വോട്ട് ചെയ്യുവാനുള്ള അവകാശമുണ്ട്. ഇത് ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായം മുഴുവൻ ഹിന്ദു സമുദായത്തിന് എതിരാണെന്നോ ഹിന്ദു സമുദായം മുഴുവൻ മുസ്ലിം സമുദായത്തിന് എതിരാണെന്നോ വരുന്നില്ല. ആ ധ്വനിയിലുള്ള ചർച്ചകളിലേക്ക് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇലക്ഷനിനെ പറ്റി പറയുന്നത് പരമദയനീയമാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ചേർന്നതല്ല. ഇത് തീർച്ചയായിട്ടും അഴിമതിയെപ്പറ്റി നിങ്ങൾ പറഞ്ഞോളൂ, അല്ലെങ്കിൽ അവിടുത്തെ BJPയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞോളൂ. ഞങ്ങൾ പറഞ്ഞല്ലോ, അത് നിങ്ങൾ ആത്മപരിശോധന നടത്താൻ തയ്യാറാണ്, അത് തിരുത്താൻ തയ്യാറാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് പറയുന്നത് ശരിയല്ല. ഇതാണ് നമ്മുടെ രാജ്യത്തെ വിഭജിച്ചത്. ഓർക്കുന്നില്ലേ അച്യുതാനന്ദൻ പറഞ്ഞത്? കൈവെട്ടിയ അവസരത്തിൽ അച്യുതാനന്ദൻ എന്താ പറഞ്ഞത്? 20 വർഷത്തിനുള്ളിൽ ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്ന പറഞ്ഞത്. വർഗീയ ധ്രുവീകരണവും വർഗീയ സംഘർഷവും ഉണ്ടാക്കാൻ ശ്രമം നടന്നില്ല എന്ന് നമ്മൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനാകുമോ? ശ്രീരാമസേന എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനം മംഗലാപുരത്തും ദക്ഷിണ കന്നഡ മേഖലകളിലും വ്യാപകമായത് BJP സർക്കാരിന്റെ കാലത്താണ്. ലവ് ജിഹാദ് പോലുള്ള പ്രചരണങ്ങൾ വ്യാപകമായി നടത്തപ്പെട്ടത് BJP സർക്കാരിന്റെ കാലത്താണ്. ഇതിനെ മുസ്ലിം സമുദായം മാത്രമല്ല, അവിടുത്തെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മറ്റ് സമുദായ അംഗങ്ങൾ കൂടി തള്ളിക്കളഞ്ഞു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമല്ലേ
മംഗലാപുരം മേഖലയിൽ കഴിഞ്ഞ തവണ 8 സീറ്റിൽ 4 നേടിയ BJPക്ക് ഇക്കുറി 8-ൽ 1 മാത്രമേ നേടാനായുള്ളൂ. അത് ഈ മുസ്ലിം സമുദായം വോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണെന്നാണോ ഈ അനലൈസ് ചെയ്യുന്നത്? മുസ്ലിം സമുദായം മാത്രം വോട്ട് ചെയ്തതിന്റെ കാര്യമല്ല പറഞ്ഞത്. മറ്റു ജനവിഭാഗങ്ങളും ഇത്തരം പ്രചരണങ്ങളെയും ഇത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങളെയും തള്ളിക്കളഞ്ഞതുകൊണ്ട് എന്നാണ് ചോദിച്ചത്. വളരെ ദുഃഖകരമാണ്. ശ്രീരാമസേന എന്ന് പറയുന്നത് BJPക്ക് എതിരായിട്ടുള്ള ഒരു സംഘടനയാണ്. BJPയെ തകർക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. BJPക്ക് തീവ്രതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. അത് BJPക്ക് എതിരായിട്ടാണ് എപ്പോഴും അവർ പ്രവർത്തിക്കുന്നത്. നല്ല രീതിയിൽ രാഷ്ട്രീയം വിശകലനം ചെയ്യാൻ പറ്റിയ ഒരു തെരഞ്ഞെടുപ്പിൽ BJPക്ക് പറ്റിയ കുറ്റങ്ങളും തെറ്റുകളും ഭരണരംഗത്തും അതുപോലെ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ അഴിമതി ഉണ്ടെങ്കിലും അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ചർച്ച ചെയ്യുക എന്ന് ജോർജ് കുര്യൻ, BJPക്കുണ്ടായ പരാജയം, കോൺഗ്രസിനുണ്ടായ വിജയത്തെ രാഹുൽ ഗാന്ധിയുടെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ വിജയമായി കോൺഗ്രസ് കാണുന്നു. BJPക്കുണ്ടായ പരാജയം നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ, അരുൺ ജെയ്റ്റ്ലി, സുഷമ സ്വരാജ്, LK അഡ്വാനി തുടങ്ങിയ പ്രമുഖരെല്ലാവരും തന്നെ പ്രചാരണ രംഗത്ത് സജീവമായിട്ടും 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുപോയി BJP. സൽമാൻ ഖുർഷിദിന്റെ പ്രതികരണം വന്നത് ദ മെസ്സേജ് ടു മോഡി ഈസ് ദാറ്റ് ദർ ഇസ് നോ മോഡി എന്നാണ്. മോഡിക്കുള്ള സന്ദേശം ഇത്തവണ മോഡി ഇല്ല എന്നാണ്. അത് അംഗീകരിക്കാൻ താങ്കൾ തയ്യാറാകുമോ? ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ദേശീയ നേതാക്കന്മാർ വന്നിട്ട് അസംബ്ലി ഇലക്ഷനിൽ വിജയിപ്പിച്ച ഒരു ചരിത്രം പറയാൻ സാധിക്കുമോ? സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ന് വരെയും സാധിച്ചിട്ടില്ല. 2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് 2 സംഭവത്തിന്റെ പേരിൽ. 1984 ഇന്ദിരാഗാന്ധി മരിച്ച അവസരത്തിൽ ലോക്സഭാ ഇലക്ഷന്റെ കൂടെ നിയമസഭാ ഇലക്ഷൻ നടന്ന സംസ്ഥാനങ്ങളിൽ, പിന്നെ 1991 ലോക്സഭാ ഇലക്ഷന്റെ കൂടെ അസംബ്ലി ഇലക്ഷൻ നടന്ന സംസ്ഥാനങ്ങളിൽ. അല്ലാതെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ സംസ്ഥാന വിഷയത്തിൽ ഒരു ദേശീയ നേതാവും വന്നിട്ട് ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല. കോൺഗ്രസിലെ ചില താപ്പാനകൾ രാഹുൽ ഗാന്ധിയെ ഒരു ഷെയ്പ്പിലാക്കുന്നതിന് വേണ്ടിയാണ് UPയിലേക്ക് 6 മാസം മുമ്പ് അസംബ്ലി ഇലക്ഷന് പറഞ്ഞുവിട്ടത്. അതിൻ്റെ രീതിയിൽ ഷെയ്പ്പ് മാറി വരികയും ചെയ്തു. പക്ഷേ ലോക്സഭാ ഇലക്ഷനിൽ, അത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ, അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിലെല്ലാം തന്നെ ലോക്സഭാ ഇലക്ഷനിൽ ദേശീയ നേതാക്കന്മാർക്ക് പല സംസ്ഥാനങ്ങളിലും മാറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അവർ പ്രധാനമന്ത്രിയാകും. അതുകൊണ്ട് കോൺഗ്രസ് പറയുന്നത് സുസ്ഥിരമായ, സുതാര്യമായ, അഴിമതിരഹിതമായ ഒരു സർക്കാർ ഉണ്ടാകും കർണാടകത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എന്നാണ്. എത്രത്തോളം ഇത് കർണാടകത്തിൽ പ്രായോഗികമാണ്? എത്രത്തോളം കോൺഗ്രസിന്റെ വാക്കുകൾ വിശ്വസിക്കാം? തീർച്ചയായും കോൺഗ്രസ് വിചാരിച്ചാൽ ഒരു താരതമ്യേന സംശുദ്ധമായ ഒരു സുസ്ഥിരമായ ഭരണം കർണാടകയിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കോൺഗ്രസ് അങ്ങനെ വിചാരിക്കുന്നുണ്ടോ അല്ലേ എന്ന കാര്യം ആ പാർട്ടിയാണ് പറയേണ്ടത്. തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി പരസ്പരം കലഹിക്കുന്നതിന് പകരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഒരു മുഖ്യമന്ത്രിയെ അംഗീകരിച്ചുകൊണ്ട് നീങ്ങിയാൽ പിന്നെ ഗ്രൂപ്പിസവും വിഭാഗീയതയും നടക്കാതെ യാഥാർത്ഥ്യബോധത്തോടു കൂടി കഴിഞ്ഞ കാലത്തെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ന്യൂനപക്ഷങ്ങളെ കൂടി കണക്കിലെടുത്ത് കോൺഗ്രസിന് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഈ കർണാടകത്തിൽ മാത്രമല്ല ലോക്സഭാ ഇലക്ഷനിലും ഒരു പതിവരെ അതിന് ഫലമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതേ അവസരത്തിൽ കോൺഗ്രസ് പഴയതിൽ നിന്ന് പാഠം പഠിക്കാതെയാണ് പോകുന്നതെങ്കിൽ ഇത് താൽക്കാലികം മാത്രമായ നേട്ടമായിരിക്കും. അധികം കഴിയാതെ കർണാടകത്തിലെ തന്നെ അനുഭവം താഴെ വീഴുക എന്നതാണ്. അത് സംഭവിച്ചുകൂടായുമില്ല. വളരെയധികം നന്ദി ശ്രീ ഒ. അബ്ദുറഹ്മാൻ, ജോർജ് കുര്യൻ, മാത്യു ടി തോമസ്, ജോസഫ് വാഴക്കൻ, വെങ്കടേഷ് രാമകൃഷ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.